വനം വകുപ്പിന്റെ ദൗത്യം പാളിയതോടെ പത്തനംതിട്ട കുളത്തുമണ്ണിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. കഴിഞ്ഞ ദിവസമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റിയെന്ന് വനംവകുപ്പ് അറിയിച്ചത്. എന്നാൽ ആളുകൾക്ക് ആശങ്കയായി വീണ്ടും കാട്ടാനക്കൂട്ടം എത്തുകയായിരുന്നു. കോന്നി പോത്തുപാറ ജനവാസ മേഖലയിലും കാട്ടാനക്കൂട്ടമുണ്ട്. എ വി ജയശങ്കർ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, വനം വകുപ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവിടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്നതാണോ ഈ കാണുന്ന ദൃശ്യങ്ങൾ നിന്ന് മനസ്സിലാകുന്നത്? അതായത് GK, ഈ പോത്തുപാറയിൽ ഇന്ന് രാവിലെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ കൃഷി ഉൾപ്പെടെ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 9 മണിയോടുകൂടിയാണ് ഈ കാട്ടാനക്കൂട്ടത്തെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റാൻ നാട്ടുകാർ ഉൾപ്പെടെ അടങ്ങുന്ന സംഘത്തിന് സാധിച്ചത്. ഈ കുളത്തുമൺ പ്രദേശത്ത് മുൻപ് ഈ ഷോക്കേറ്റ് കാട്ടാന ചെരിയും പിന്നീട് നിരന്തരമായി ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമായതിന് പിന്നാലെ KU ജനീഷ് കുമാർ MLA നേതൃത്വത്തിൽ ഒരു യോഗ ചേരുകയും വനം വകുപ്പും നാട്ടുകാരും ഫോറസ്റ്റും ഒക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ പ്രദേശത്തിറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ശക്തമായ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ വനം വകുപ്പ് ഇത്തരം കാട്ടാനകളെ തുരത്തിയെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കുളത്തുമണ്ണിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കാട്ടാനകൾ നിരന്തരം ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഈ പോത്തുപാറയിലും കുളത്തുമണ്ണിലും വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വനം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ദൗത്യം പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കൂടുതൽ ഈ ജനങ്ങൾക്ക് ഇത്തരത്തിൽ നിരന്തരം കാട്ടാനകൾ ഇറങ്ങുമ്പോൾ അത് അവരെ സംബന്ധിച്ച വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഈ കുളത്തുമണ്ണിൽ നമ്മൾ ദിവസവും ഇത്തരത്തിൽ കാട്ടാനാക്രമണം, കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇനി ഇങ്ങനെ നിരന്തരം കാട്ടാനാക്രമണം ഉണ്ടാകുമ്പോൾ, കാട്ടാനകൾ പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ അത് ഏത് തരത്തിൽ വനം വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏതായാലും നാട്ടുകാർക്ക് ഇത് സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. വനം വകുപ്പിന്റെ ദൗത്യം പാളി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്തനംതിട്ട കുളത്തുമണ്ണിലാണ് വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റി എന്നൊക്കെ വനംവകുപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും ആ ശല്യം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ജയശങ്കറിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്.